നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC ബാഴ്സലോണയെ PSG പരാജയപ്പെടുത്തി. നാടകീയമായ അന്ത്യം. അവസാന ഘട്ടത്തിൽ ഗോൺസാലോ റാമോസ് നേടിയ ഗോളാണ് PSG വിജയത്തിലേക്ക് കൊണ്ടുപോയത്. ഗോളുമായി ബന്ധപ്പെട്ട് ഓഫ്സൈഡ് ആണ് അല്ല എന്നുള്ള വിവാദമൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ വാർ കൃത്യമായിട്ട് ഓഫ്സൈഡ് അല്ല എന്ന് പറയുന്നു. 2-1 വിജയമാണ് PSG നേടിയിരിക്കുന്നത്. റാമോസിനെ കൂടാതെ മയൂലു ആണ് PSG ഗോൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ടോറസ് ആണ് ബാഴ്സയുടെ ഗോൾ നേടിയത്. പല പ്രമുഖരായിട്ടുള്ള താരങ്ങളും സ്റ്റാർട്ടിംഗ് ലെവലിലെ താരങ്ങളും ഇല്ലാതെയാണ് PSG കളിക്കാൻ ഇറങ്ങിയത്. അവരുടെ മുന്നേറ്റ നിര നോക്കുക. അതിൽ ബർക്കോളയും മയൂലുവും എംബായയുമാണ് ഒരുമിച്ച് ഇറങ്ങിയത്. അവിടെ തന്നെ കാണാം കൃത്യമായ ആബ്സെൻസ്. മറുഭാഗത്ത് ടോറസും റാഷ്ഫോർഡും ഓൾമോയും ലാമിൻ യമാലും ചേർന്നുകൊണ്ടാണ് ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 19ാമത്തെ മിനിറ്റിൽ ടോറസിന്റെ ഗോളിലൂടെ ബാഴ്സ ലീഡെടുത്തതാണ്. എന്നാൽ 38ാമത്തെ മിനിറ്റിൽ മയൂലുവിന്റെ ഗോളിലൂടെ PSG തിരിച്ചടിച്ചു. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിൽ ബാഴ്സലോണയേക്കാൾ മികവിലേക്ക് PSG പോകുന്ന കാഴ്ച. ബാഴ്സ താരങ്ങൾ തളർന്നുപോയി. ഏതാണ് ഇതിനെക്കുറിച്ച് പിന്നീട് ഹാൻസി ഫ്ലിക്ക് വിലയിരുത്തുന്നത്. ആദ്യ പകുതിയിൽ ഞങ്ങൾ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഞങ്ങൾ പതിയെ മങ്ങിപ്പോയി. രണ്ടാം പകുതിയിൽ ഞങ്ങൾ കുറച്ചധികം ടയേർഡായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും കളി അങ്ങനെ തന്നെ മുന്നോട്ട് പോകവേ അവസാന ഘട്ടത്തിലാണ് ഗോൺസാലോ റാമോസിന്റെ ആ ഒരു ഗോൾ പിറക്കുന്നത്. ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്ന്. അത് വളരെ നേരിയ മാർജിനിൽ, അതായത് 1-1 എന്ന രൂപത്തിൽ സമനില ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ അപ്പോഴും ഹൈലൈൻ വെച്ചുകൊണ്ട് കളിച്ചു ഹാൻസി ഫ്ലിക്ക്. അതിനുള്ള തിരിച്ചടിയാണ് എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. എന്തായാലും അത് കൃത്യമായിട്ട് റാമോസ് ഫിനിഷ് ചെയ്തപ്പോൾ 2-1 വിജയമിത FC ബാഴ്സലോണയ്ക്ക് മേൽ PSG നേടിയിരിക്കുന്നു. നിലവിൽ 2 കളികളാണ് UCL പൂർത്തിയായിരിക്കുന്നത്. 2 കളികളിൽ 6 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് PSG എങ്കിൽ ബാഴ്സ 2 കളികളിൽ നിന്ന് 3 പോയിന്റുമായിട്ട് 16ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.